Hello all, welcome to the second lesson of our social psychology paper. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻസും അതിന്റെ നേച്ചറും സ്കോപ്പും ഒക്കെ പറഞ്ഞു. അതിന്റെ കുറച്ച് ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി റിഗാർഡിംഗ് ദ തിയറീസ് ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് അതർ ഡിസിപ്ലിൻസ്. അപ്പൊ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, കാലം മനുഷ്യനെയാണോ മാറ്റുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ കാലത്തെയാണോ മാറ്റുന്നത് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, മനുഷ്യൻ സമൂഹത്തിനെയാണോ മാറ്റുന്നത് അല്ലെങ്കിൽ സമൂഹം മനുഷ്യകുലത്തിനെയാണോ മാറ്റുന്നത് എന്ന്. നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായാലും പ്രശ്നമില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. സൊസൈറ്റി ആണോ ഹ്യൂമൻ ബീങ്സിനെ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് സൊസൈറ്റിനെയാണോ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് സമയമെടുത്ത് ആലോചിക്കാം, നോ പ്രോബ്ലം. യു ക്യാൻ തിങ്ക് ആഫ്റ്റർ ദിസ് ലെസൺ ഓൾസോ. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ആക്ച്വലി ഇതൊരു ടു വേ പ്രോസസ് ആണ്. ഹ്യൂമൻ ബീങ്സ് ആണ് സൊസൈറ്റിനെ ചേഞ്ച് ചെയ്യുന്നതെന്നും പറയാം, സൊസൈറ്റിയാണ് ഹ്യൂമൻ ബീങ്സിനെ ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് മിഡിൽ റേഞ്ച് തിയറീസിനെ കുറിച്ചാണ്. മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയിൽ ജനറൽ ആയിട്ടുള്ള, അതായത് മൊത്തത്തിൽ ഹ്യൂമൻ ബീങ്സിന്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കുന്ന തിയറീസ് അല്ല, പകരം സ്പെസിഫിക് ആയിട്ട് ഓരോ ചെറിയ ചെറിയ ഹ്യൂമൻ ബിഹേവിയറും ചെറിയ ചെറിയ ഹ്യൂമൻ ബിഹേവിയറൽ സോഷ്യൽ ഫാക്ടേഴ്സും തിയറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ തിയററ്റിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന തിയറീസിനെയാണ് മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് വിളിക്കുക. അതായത് ചില തിയറീസ് ഉണ്ടാവില്ലേ, ലോകത്ത് മൊത്തം ഇങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ലൈക്ക് തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ബിഗ് ബാങ് തിയറി ഒക്കെ എന്താണ്, അതൊരു ഭയങ്കര ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വലിയ ഒരു സംഭവത്തിനെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. പക്ഷെ മിഡിൽ റേഞ്ച് തിയറി എന്ന് അങ്ങനെയല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഹ്യൂമൻ അഗ്രഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ പെർസെപ്ഷൻ പോലെയുള്ള സോഷ്യൽ പെർസെപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് മിഡിൽ റേഞ്ച് തിയറീസ് ആണ്. അപ്പൊ ഈ മിഡിൽ റേഞ്ച് തിയറീസിന്റെ പ്രത്യേകത എന്താണ്? അവ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തെന്താണ് ഇപ്പുറത്തെന്താണെന്നുള്ളത് അതിനെ കുറിച്ച് യാതൊരുവിധ കണക്ഷൻസും ഇതിൽ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിലെ മെജോറിറ്റി ഓഫ് തിയറീസും എന്താണ്? മിഡിൽ റേഞ്ച് തിയറീസ് ആണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറെ തിയറീസ് ഒക്കെ എന്തായിരിക്കും? മിഡിൽ റേഞ്ച് തിയറീസിൽ പെട്ട തിയറീസ് ആയിരിക്കും. അപ്പൊ ഈ മിഡിൽ റേഞ്ച് തിയറിയുടെ കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് റോബർട്ട് മേർട്ടൺ ആണ്. അപ്പൊ മിഡിൽ റേഞ്ച് തിയറീസ് ആർ തിയറീസ് ദാറ്റ് അക്കൗണ്ട് ഫോർ സ്പെസിഫിക് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. സോഷ്യൽ ബിഹേവിയറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ച് മാത്രമേ പഠിക്കുള്ളൂ, വൈഡ് ആയിട്ട് പഠിക്കില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ചും സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒറ്റ തിയറിയിൽ പറയില്ല, ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയുള്ളൂ. ഈ മിഡിൽ റേഞ്ച് തിയറീസ് പ്രധാനമായിട്ടും ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, കോഗ്നിറ്റീവിസം ആൻഡ് ഇന്ററാക്ഷനിസം, ഈ 4 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ബിഹേവിയറിസ്റ്റിക് തിയറി ആയിരിക്കും, അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് ആയിട്ടുള്ള തിയറി ആയിരിക്കും, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള തിയറി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ററാക്ഷണലിസം ബേസ്ഡ് ആയിട്ടുള്ള തിയറി ആയിരിക്കും. അപ്പൊ ഈ 4 ഇതിലാണ്, കാറ്റഗറിയിലാണ് പൊതുവെ മിഡിൽ റേഞ്ച് തിയറീസ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ SLM ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, അതായത് തിയറീസിന്റെ ചില ക്യാരക്ടറിസ്റ്റിക് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ തിയറിയും അതിന്റെ സോഷ്യൽ സൈക്കോളജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പും കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് 1 by 1 ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നോക്കാം. അതിൽ സൈക്കോ അനലിറ്റിക് കൊടുത്തിട്ടുണ്ട്, കോഗ്നിറ്റീവ് കൊടുത്തിട്ടുണ്ട്, ബിഹേവിയറിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ആ ടാബ്ലേഷനിൽ ഉള്ളതൊന്ന് കൊടുക്കാം. അപ്പൊ ഈ റിലേഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കൊടുത്ത തന്നെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ദ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി, അതായത് ഒരു പെർട്ടിക്കുലർ തിയറി ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സണൽ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എന്തൊരു കണക്ഷൻ ആണ് സോഷ്യൽ സൈക്കോളജിയുമായിട്ട് കൊടുക്കുന്നത്. പിന്നെ കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സൈക്കോളജി, ഒരു പെർട്ടിക്കുലർ തിയറി എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് സോഷ്യൽ സൈക്കോളജിയിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് കറന്റ് സ്റ്റാറ്റസ് ഇൻ സോഷ്യൽ സൈക്കോളജി, ആ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ സോഷ്യൽ സൈക്കോളജിയുടെ ഇപ്പോഴത്തെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, നശിച്ചു പോയോ, ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ആ തിയറി നോക്കാം. ഫസ്റ്റ് സൈക്കോ അനലിറ്റിക് ആണ്. സൈക്കോ അനലിറ്റിക് തിയറി ദ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റിയിൽ പറയുന്നത് മാൻ ആസ് എ ക്രിയേറ്റർ ഓഫ് സൊസൈറ്റി റാദർ ദാൻ ഇറ്റ്സ് പ്രൊട്ടക്ട് എന്നാണ്, അല്ലെങ്കിൽ ഹോമോ വാലൻസ്, മോഡൽ മാൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഹോമോ വാലൻസ് എന്നുള്ള ഗ്രീക്ക് ടേം ആണ്. ഐ തിങ്ക് ദ സ്ട്രൈവിംഗ് മാൻ എന്നാണ് അതിന്റെ അർത്ഥം. മാൻ ആസ് എ ക്രിയേറ്റർ ഓഫ് സൊസൈറ്റി, ഹ്യൂമൻ ബീങ്സിനെ, ഇൻഡിവിജ്വൽസിനെ സൈക്കോ അനലിറ്റിക്സ് കാണുന്നത് സമൂഹങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്ന, സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായിട്ടാണ് സൈക്കോ അനലിറ്റിക് തിയറീസ് കാണുന്നത്. കോഗ്നിറ്റീവ് തിയറീസ് കാണുന്നത് ഹോമോസാപ്പിയൻസ്, തിങ്കിങ് മാൻ, അതായത് ഹ്യൂമൻ ബീങ്സിനെ കാണുന്നത് സൊസൈറ്റീസ് റെപ്രസെന്റഡ് ഇൻ എ മാൻസ് എക്സ്പീരിയൻസ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ലൈഫ് സ്പേസ് എന്നാണ്. അതായത് കോഗ്നിറ്റീവ് തിയറിക്ക് നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തിങ്കിങ് ആണ്. അതായത് സോഷ്യൽ തിങ്കിങ്ങും മനുഷ്യന്മാരുടെ ചിന്തകളും സംഭവങ്ങളും ഒക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ബിഹേവിയറിസ്റ്റിലേക്ക് വരുന്നത് ഹോമോ മെക്കാനിസം ആണ്, ദ റിയാക്റ്റീവ് മാൻ. അതായത് സൊസൈറ്റി പ്രൊവൈഡ്സ് എ സെറ്റ് ഓഫ് സ്റ്റിമുലസ് കണ്ടീഷൻ ദാറ്റ് ഓപ്പറേറ്റ്സ് ക്യൂസ് ആൻഡ് റീഇൻഫോഴ്സ് ബിഹേവിയർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കാര്യം ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി, ഒരു വ്യക്തിയുടെ കാര്യത്തിൽ സോഷ്യൽ സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് ആ വ്യക്തിയുടെ ബിഹേവിയേഴ്സിന്റെ ബേസിലാണ്. അതായത് ഓരോ വ്യക്തികളും സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ ബേസിലാണ്. ഇനി നമ്മൾ കോൺട്രിബ്യൂഷൻ ടു സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ സൈക്കോ അനലിറ്റിക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലൈസേഷൻ, അതായത് സോഷ്യൽ സിറ്റുവേഷൻസിലുള്ള ഹ്യൂമൻ ബീങ്സിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എങ്ങനെയാണ് സോഷ്യൽ സിറ്റുവേഷൻസ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അയാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്നൊക്കെ നോക്കുന്നത് ഈ സൈക്കോ അനലിറ്റിക് ആയിട്ടുള്ള തിയറിയുടെ സഹായത്തോടു കൂടിയാണ് സോഷ്യൽ സൈക്കോളജിയിൽ. ഓക്കെ, അപ്പം ഇതില് കമ്പാരിസൺ ഓഫ് ചൈൽഡ് റെയറിങ്, അഗ്രസീവ് ബിഹേവിയർ, അതായത് വെറുപ്പ്, അതുപോലുള്ള വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ, അതിന്റെ ഒക്കെ കാരണങ്ങൾ, ഇന്റർപേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ, ഫാമിലി ഇന്ററാക്ഷൻ, ഇതൊക്കെ സൈക്കോ അനലിറ്റിക്കിന്റെ ഭാഗമായിട്ട് ഉള്ള കോൺട്രിബ്യൂഷൻസിലാണ് സോഷ്യൽ സൈക്കോളജി കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറീസിന്റെ സോഷ്യൽ സൈക്കോളജിക്കുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് എന്ത്, സ്റ്റഡീസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ആക്ഷൻ റിസർച്ച്. അതായത് ഹ്യൂമൻ ബീങ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള പഠനങ്ങളും ചിന്തകളെ കുറിച്ചുള്ള പഠനങ്ങളും ഭാഷകളെ കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയാണ് അതൊക്കെ ചെയ്യുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഫീൽഡിൽ. ഓക്കെ, അപ്പൊ ഈ സോഷ്യൽ സൈക്കോളജി ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പല തിയറീസുമായിട്ടും പല കാര്യങ്ങളുമായിട്ടും ഇന്റർ കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഐ സ്ട്രോങ്ലി സജസ്റ്റ് ദാറ്റ് യു ഹാവ് ദിസ് പെർട്ടിക്കുലർ ടേബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. അതായത് ഞാൻ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ടേബിൾ ഒന്ന് മാറി മാറി നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. നിങ്ങളുടെ SLM അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജിയിലെ യൂണിറ്റ് 1 15th പേജ്, 15ാമത്തെ പേജിൽ അത് ഉണ്ട്. അപ്പം അതിൽ ബിഹേവിയറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിയറീസിന്റെ കോൺട്രിബ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ്സ് ആണ്. ഓക്കെ, ബിഹേവിയറിസ്റ്റിക് ആയിട്ടുള്ള തിയറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജിയിലെ എക്സ്പെരിമെന്റും സംഭവങ്ങളും നടത്തുന്നത്. സോഷ്യലൈസേഷൻ, പിന്നെ ആളുകൾക്കുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, റിവാർഡ് കൊടുത്താൽ ഉണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ എന്താണ്, ബിഹേവിയറിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റിന്റെ ബേസിലാണ്. പിന്നെ കറന്റ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ സൈക്കോ അനലിറ്റിക് തിയറീസിന് ഇപ്പം സോഷ്യൽ സൈക്കോളജിയിൽ വലിയ സ്ഥാനമില്ല, ഡിക്രീസിങ് ദ സിഗ്നിഫിക്കൻസ് ആണ്. പണ്ടത്തെ അത്രയുള്ള ഒരു പവർ ഇപ്പോൾ സൈക്കോ അനലിറ്റിക്കിന് സോഷ്യൽ സൈക്കോളജിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കോഗ്നിറ്റീവും ബിഹേവിയറിസ്റ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേബിൾ സിഗ്നിഫിക്കൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ബിഹേവിയറിസ്റ്റിക്കിന് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസ് കൂടുന്നുണ്ടെന്നാണ്. അപ്പൊ കോഗ്നിറ്റീവും ബിഹേവിയറിസ്റ്റിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു സിഗ്നിഫിക്കൻസ്, അവരുടെ ഒരു ഇമ്പോർട്ടൻസ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ബിഹേവിയറിസത്തിന് കുറച്ച് ആ ഒരു ഇമ്പോർട്ടൻസ് ഡെയിലി കൂടി വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ടേബിൾ അത്രയേ ഉള്ളൂ. ബിഹേവിയറിസത്തിന്റെ സോഷ്യൽ സൈക്കോളജിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഡൊളാർഡിന്റെ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി കണക്കാക്കപ്പെടുന്നത്. അതായത് ഫ്രസ്ട്രേഷൻ എങ്ങനെ നമ്മളെ അഗ്രസീവ് ബിഹേവിയറിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെക്ക് ചെയ്തത്. ആ തിയറി ഒന്നും നമുക്കിപ്പോ പഠിക്കണ്ട, ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ W. അഡോണോയുടെ ദ ഓതറിറ്റേറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന 1959 ബുക്കാണ് എന്ത്, എ ഗുഡ് എക്സാമ്പിൾ ഓഫ് സൈക്കോ അനലിറ്റിക് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. അതായത് സൈക്കോ അനലിറ്റിക് തിയറിയുടെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ, സോഷ്യൽ സൈക്കോളജിയിലേക്കുള്ള ഒരു നല്ല കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഈ ദ അതോറിറ്റേറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പുസ്തകം കണക്കാക്കപ്പെടുന്നത്. ഇനി കോഗ്നിറ്റീവിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജി വന്നതോടുകൂടിയാണ് കോഗ്നിറ്റീവിസം നമ്മളുടെ സോഷ്യൽ സൈക്കോളജിയുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ കോഗ്നിറ്റീവ് തിയറിസ്റ്റുകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു കാര്യം പറയുന്നത്, നമ്മൾക്കൊരു കോഗ്നിറ്റീവ് ബാലൻസ്, അതായത് നമ്മൾ ചിന്തിക്കുന്നതാവട്ടെ, പ്രവർത്തിക്കുന്നതാവട്ടെ, പെർസീവ് ചെയ്യുന്നതാവട്ടെ, ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാവട്ടെ, നമുക്ക് ഇതിലൊക്കെ ഒരു കൈൻഡ് ഓഫ് ബാലൻസ് നേടിയെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നാണ് ഈ കോഗ്നിറ്റീവിസം സോഷ്യൽ സൈക്കോളജിയുമായി കണക്റ്റഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബാലൻസ്, കോഗ്നിറ്റീവ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും സോഷ്യൽ സൈക്കോളജിയിലേക്കുള്ള കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്.
ഇനി സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററിക്കൽ ഡെവലപ്മെന്റ്സിനെ ഒരു സമ്മറി ടേബിൾ ആയിട്ട് നിങ്ങളുടെ SLM കൊടുത്തിട്ടുണ്ട്. 16th പേജിന്റെ അവസാന ഭാഗത്തിലാണ് തുടങ്ങുന്നത്. അതെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതില് ഓരോ പീരിയഡ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പീരിയഡ്സിലും എന്താണ് സംഭവിച്ചത്, ഏർലി ഇയേഴ്സിൽ എന്താണ് സംഭവിച്ചത്. സോ ഏർലി ഇയേഴ്സ് എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഇയേഴ്സ് എന്ന് പറയുന്നത് 1908 മുതൽ 1939 വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങൾ SLM ഒരു ടേബിൾ നിങ്ങൾ നോക്കിക്കൊണ്ട് ക്ലാസ് കേൾക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഫ്ലോയിഡ് ആൽപോർട്ടിന്റെ ആ ഒരു ഡെഫിനിഷൻസും സോഷ്യൽ ഫെസിലിറ്റേഷനും ഒക്കെ വന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ സോഷ്യൽ സൈക്കോളജിയുടെ യൂത്ത് അല്ലെങ്കിൽ യൗവനം എന്നറിയപ്പെടുന്നത് 1940 മുതൽ 1960 വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് സോഷ്യൽ ബിഹേവിയർ അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹ്യൂമൻ ബീങ്സിന്റെ എല്ലാ ബിഹേവിയേഴ്സും, എവറി ആസ്പെക്ട് ഓഫ് സോഷ്യൽ ബിഹേവിയർ സൈക്കോളജിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്ത് തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൗവന കാലഘട്ടം, വിച്ച് ഇസ് 1940s to 1960s ആണ്. അതുപോലെ തന്നെ അതിൽ കുറെ കാര്യങ്ങൾ, കേർട്ട് ലെവിന്റെ കുറെ ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സും സംഭവങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. പിന്നീട് മെച്ചുറിംഗ് ഫീൽഡ്, ഏറ്റവും വളർച്ച സംഭവിച്ച ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ടൈം എന്ന് പറയുന്നത് 1970 മുതൽ 1980 വരെയാണ്. അതായത് 1970s to 1980s ആണ് സോഷ്യൽ സൈക്കോളജിയിലെ മെച്ചുറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെച്ചുറിംഗ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള റാപ്പിഡ് ചേഞ്ച് ഓഫ് ലാസ്റ്റ് ഡിക്കേഡ് ആണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സും ഹ്യൂമൻ ബീങ്സിന്റെ സൊസൈറ്റിയിലൊക്കെ പെട്ടെന്നുള്ള ചേഞ്ചസ് വന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ടോപ്പിക്സ് സോഷ്യൽ സൈക്കോളജിക്ക് പഠിക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് എമേർജ് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതാണ് ആട്രിബ്യൂഷൻ, അതായത് എങ്ങനെയാണ് ആളുകൾ മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ പെട്ടതാണ്. പിന്നെ ജെൻഡർ ഡിഫറൻസസ്, എൻവയോൺമെന്റൽ സൈക്കോളജി ഒക്കെ ആ ഒരു മെച്ചുറിംഗ് ഫീൽഡിന്റെ ടൈമിൽ അഥവാ 1970 മുതൽ 1980 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നടന്നത്. ആൻഡ് ദെൻ പിന്നെയുള്ള കാലഘട്ടമാണ് 1900 ശേഷമുള്ള പുതിയ കാലഘട്ടം. അതിൽ ഒരുപാട് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് അങ്ങനെയാണ് നമ്മൾ ഈ സോഷ്യൽ സൈക്കോളജിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നും സോഷ്യൽ സൈക്കോളജിയുടെ ആസ്പെക്ട്സ് എങ്ങനെയാണ് നമ്മളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും ഒക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ കറന്റ് ട്രെൻഡ്സ് പറയുകയാണെങ്കിൽ എവല്യൂഷണറി സോഷ്യൽ സൈക്കോളജി മുതൽ ചേഞ്ചിങ് ദ വേൾഡ്, ടെക്നോളജി, ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ, ന്യൂറോ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് നമ്മളുടെ ടെക്നോളജിയും നമ്മളുടെ സോഷ്യൽ സൈക്കോളജിയും ടോട്ടൽ സൈക്കോളജി ഫീൽഡൊക്കെ ഒരുപാട് വളർന്നു പോയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ആ ഒരു സമ്മറി ടേബിളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് സോഷ്യൽ സൈക്കോളജി എത്രത്തോളം മറ്റ് ഡിസിപ്ലിൻസ്, മറ്റ് സയന്റിഫിക് ഫീൽഡ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ സൈക്കോളജി ആക്ച്വലി ഒരുപാട് ഫീൽഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുമായിട്ട് സോഷ്യൽ സൈക്കോളജിക്ക് ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിൽ 3 ലെവൽസ് ഓഫ് അനാലിസിസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു അതർ ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട്. അതായത് there are 3 different levels of analysis that has been recognized and which tells us about the differences in the approach of various social sciences. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസസിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡുകൾ തമ്മിലുള്ള ബന്ധവും അത് തമ്മിലുള്ള കണക്ഷൻസും ഡിഫറൻസസും ഒക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന 3 ഡിഫറെന്റ് ലെവൽസ് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ സൊസൈറ്റൽ ലെവലും ഇൻഡിവിജ്വൽ ലെവലും ഇന്റർപേഴ്സണൽ ലെവലും ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് അത് എന്താണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ ആണ് സൊസൈറ്റൽ ലെവൽ അനാലിസിസ്. ഓക്കെ, സൊസൈറ്റൽ ലെവൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഫോഴ്സുകളും നമ്മളുടെ ജനറൽ പാറ്റേൺസ് ഓഫ് സോഷ്യൽ ബിഹേവിയറും തമ്മിലുള്ള ലിങ്കുകളെ, കണക്ഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് സൊസൈറ്റൽ അനാലിസിസ്. അതായത് സോഷ്യൽ ഫോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവർട്ടി വരും, പിന്നെ അൺഎംപ്ലോയ്മെന്റ് വരും, അതായത് ജോബ്ലെസ്നെസ് വരും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സൊസൈറ്റിയിലെ മേജർ ആയിട്ടുള്ള കേസ്റ്റിസം പോലെയുള്ള, റേസിസം പോലെയുള്ള ഫാക്ടേഴ്സ്, അങ്ങനത്തെ
വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ എന്താണ് സോഷ്യൽ ഫോഴ്സസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സോഷ്യൽ ഫോഴ്സുകളും നമ്മളുടെ ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ, അതായത് സൊസൈറ്റിയിൽ ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയറും തമ്മിലുള്ള കണക്ഷൻസ്, ലിങ്കുകൾ ആണ് ഇവിടെ സൊസൈറ്റൽ ലെവൽ അനാലിസിസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സോഷ്യൽ ബിഹേവിയർ ഈ ഒരു സൊസൈറ്റൽ അനാലിസിസിൽ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ മോശം സമയത്തിന്റെ ബേസിലും എക്കണോമിക് ക്രൈസിസിന്റെ ബേസിലും അതായത് പോവർട്ടിയുടെ ബേസിലും ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റൽ ലെവൽ അനാലിസിസ് ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് ഈ 3 അനാലിസിസിനെയും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വയലൻസ് റേറ്റിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഒരു റൂറൽ ഏരിയയിലെ അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലെ ക്രൈം റേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അതായത് വയലന്റ് ക്രൈം അല്ലെങ്കിൽ വയലൻസ്, അതായത് എത്രത്തോളം വയലൻസ് ആ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിലാണ് നമ്മളൊരു പഠനം നടത്തുന്നതെന്ന് കരുതുക. അപ്പൊ നമ്മൾ സൊസൈറ്റൽ ലെവലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റൽ ലെവൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് വയലൻസിനെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നോക്കുക ആ വയലന്റ് ക്രൈമുകളും അവിടുത്തെ ആളുകളുടെ പോവർട്ടിയും പിന്നെ ഇമിഗ്രേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ പോലെയുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് സൊസൈറ്റൽ ലെവൽ ഓഫ് അനാലിസിസ് ഇസ്. ഇനി അടുത്തതാണ് ഇൻഡിവിജ്വൽ ലെവൽ അനാലിസിസ്. നേരത്തെ സൊസൈറ്റൽ ലെവലാണ്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ലെവലാണ്. ഓക്കെ, അതായത് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ആൻഡ് പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റുകളാണ്. ബിക്കോസ് ഇവിടെ ആളുകളുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ത് ചെയ്യാണ്, ഓരോ വ്യക്തിയുടെയും ലൈഫ് ഹിസ്റ്ററി, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ചരിത്രം വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ എന്താണ് ചരിത്രം ഉണ്ടാവും, നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ ആയത് എന്നുള്ളതിനെ കുറിച്ചുള്ള. അപ്പൊ അങ്ങനത്തെ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിലുള്ള അപാകതകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അപാകതകളെയും ആ ചേഞ്ചസിനെയും ഇവന്റ്സിനെയും ഒക്കെ ഹ്യൂമൻ ബിഹേവിയർ അതായത് സോഷ്യൽ ബിഹേവിയറുമായിട്ട് കണക്ട് ചെയ്യാണ് ഈ ഇൻഡിവിജ്വൽ ലെവൽ അനാലിസിസ് ചെയ്യുന്നത്. So explaining behavior in terms of a person's unique personality characteristics and life history. ഒരു വ്യക്തിയുടെ ലൈഫ് ഹിസ്റ്ററിയുടെ ബേസിലും അയാളുടെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട ട്രൈറ്റ്സിനെ, അതായത് അയാളുടെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട ഡൊമിനന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളുടെ ബേസിലും ഒരു വ്യക്തിയുടെ എന്താണ് സോഷ്യൽ ബിഹേവിയറിനെ വാല്യൂ ചെയ്യുന്ന, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഇൻഡിവിജ്വൽ അനാലിസിസ്. അപ്പൊ ഇൻഡിവിജ്വൽ ലെവൽ അനാലിസിസിൽ എന്തൊക്കെയാണ് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് നോക്കും, അയാളുടെ അബിലിറ്റി നോക്കും, മോട്ടിവേഷൻ ലെവൽസ് നോക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. സോ വയലന്റ് ക്രൈംസിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അറ്റ് ദിസ് ലെവൽ ഓഫ് അനാലിസിസ് വിൽ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ടേംസ് ഓഫ് യുണീക് ഹിസ്റ്ററീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്രിമിനൽ. അതായത് ഒരു ക്രിമിനല് എന്തെങ്കിലുമൊക്കെ വയലന്റ് ആയിട്ടുള്ള ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സൊസൈറ്റൽ പ്രോവർട്ടിയും സംഭവങ്ങളൊന്നും ഇവിടെ നോക്കില്ല, അത് സൊസൈറ്റൽ ലെവലിലേ നോക്കുള്ളൂ. ഇവിടെ നോക്കുക ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായ ഹിസ്റ്ററി, അയാളുടെ ലൈഫിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇൻഡിവിജ്വൽ ലെവൽ അനാലിസിസ് ഈസ്. അടുത്തതാണ് ഇന്റർപേഴ്സണൽ ലെവൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സൊസൈറ്റൽ പറഞ്ഞു, ഇൻഡിവിജ്വൽ ലെവൽ പറഞ്ഞു, ഇനി ഇന്റർപേഴ്സണൽ ലെവലാണ്. സോ ഇന്റർപേഴ്സണൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് related to the communication between human beings. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള ആളുകൾ, ഈ വ്യക്തിയുമായി ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ആളുകളുടെ ബിഹേവിയർ ആണ് ഇവിടെ പ്രധാനമായിട്ടും അനലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഈ ഇന്റർപേഴ്സണൽ ലെവലിൽ ഒരു വയലന്റ് ക്രൈം എങ്ങനെയാണ് അന്വേഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ സൈക്കോളജിസ്റ്റ്സ് മൈറ്റ് കൺസിഡർ ദ ഇന്റർപേഴ്സണൽ റിലേഷൻ. ഒരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻ ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ലവ് ആവാം, അല്ലെങ്കിൽ ലൈക്ക് നോർമൽ സിറ്റുവേഷൻസിലുള്ള ഏതൊരു ടൈപ്പ് ഓഫ് റിലേഷൻസും ആവാം. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ള ആളുകളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ വയലന്റ് ക്രൈമിനെ കുറിച്ച്, എന്തുകൊണ്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഈ ഒരു ഇന്റർപേഴ്സണൽ ലെവലിലാവുമ്പോൾ കൊടുക്കുന്നത്. സോ ഇന്റർപേഴ്സണൽ ലെവലിലുള്ള കാര്യങ്ങൾ is more related to the persons who are communicating with the criminal or whoever the person we are trying to explain a social behavior is with. Okay, so ഈ 3 ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു പോർഷനിലേക്ക് പോവാം. So the next one is amalgamation of sociology and psychology. Amalgamation എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ഭയങ്കര വേർഡ് ആണ്, പക്ഷെ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കോമ്പിനേഷൻ. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു കാര്യമായി മാറുമ്പോൾ അതിനെ അമാൽഗമേഷൻ എന്ന് പറയും. സോ അമാൽഗമേഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയും സൈക്കോളജിയും ചേർന്ന്
എന്താണ് സംഭവിച്ചതെന്നാണ് നോക്കുന്നത്. അതായത് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ ചെറിയ കുറച്ച് സംഭവങ്ങളാണ് ഈ അമാൽഗമേഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം ആണ്. ഓക്കെ, ഒരു സോഷ്യോളജിസ്റ്റിന് എന്താണ് സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് അയാൾ പഠിക്കുന്നത്. അപ്പം ആ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രൂപ്പ്സ് വരും. അത് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആവാം, റിലീജിയസ് ഗ്രൂപ്പ്സ് ആവാം, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആവാം, എന്തോ ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, കൾച്ചർ വരും, ഫാമിലീസ് വരും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഒക്കെ കൂടിയിട്ടാണ് സോഷ്യൽ സിസ്റ്റംസ് ഉണ്ടാവുന്നത്. അപ്പം ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്നത്, അയാൾ അനലൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ സിസ്റ്റത്തിനെയാണ്. ഇനി അറ്റ് ദ സെയിം ടൈം ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് ഇസ് ദ ഇൻഡിവിജ്വൽ. അല്ലെ, ഒരു വ്യക്തിയാണ് എന്ത്, ഓരോ ഇൻഡിവിജ്വൽസും ആണ് സൈക്കോളജിസ്റ്റിന്റെ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത്. സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഗ്രൂപ്പ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചൊന്നും അയാൾ കൺസേൺഡ് അല്ല. അയാൾ കൺസേൺഡ് ആവുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയർ പോലെയുള്ള, അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി പോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. സോ ദിസ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ സിസ്റ്റംസ് കനോട്ട് ബി സ്റ്റഡീഡ് വിതൗട്ട് ദ റെഫറൻസസ് ടു ഈച്ച് ഓഫ് ദീസ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അമാൽഗമേഷൻ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും, സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും, രണ്ടും നമുക്ക് പഠിക്കണമെങ്കിൽ, അതായത് ഈ പറഞ്ഞ ഹ്യൂമൻ ബീങ്സിന്റെ സിസ്റ്റത്തിനെ കുറിച്ച്, ഗ്രൂപ്പ്സിനെ കുറിച്ച്, ഫാമിലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് സൈക്കോളജി അത്യാവശ്യമാണ്. പിന്നെ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് സോഷ്യോളജിക്കൽ ആസ്പെക്ട്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്, ഫാമിലി ഒക്കെ ആവശ്യമാണ്. കാരണം ഹ്യൂമൻ ബീങ്സ് ഫാമിലി, ഗ്രൂപ്പ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഫീൽഡ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണമെങ്കിൽ രണ്ട് ഫീൽഡ്സിന്റെയും നല്ല കണക്ഷൻ ആവശ്യമുണ്ട്. സോ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ഫീൽഡായിട്ട് അതിനെ കീപ്പ് ചെയ്യാതെ നമുക്ക് ഒരൊറ്റ ഫീൽഡായിട്ട് കീപ്പ് ചെയ്താൽ പോരെ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് ഈ ഒരു കോമ്പിനേഷൻ ഓഫ് സോഷ്യോളജിയും സൈക്കോളജിയും ഉണ്ടായിട്ട് നമ്മുടെ സോഷ്യൽ സൈക്കോളജി ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പൊ ഈ സോഷ്യോളജിയും സൈക്കോളജിയും കുറിച്ചുള്ള പല ടൈപ്പ് ഓഫ് വ്യൂസും പല തിയററ്റിക്കൽ അപ്രോച്ചസും വന്നിട്ടുണ്ട്. അങ്ങനെ ചില വ്യൂസിന്റെ ഭാഗമായിട്ട് സോഷ്യൽ സൈക്കോളജിയെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി, രണ്ടാമതാണ് സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പം സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി എന്താണ്, സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് നോക്കാം. സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ SSP പഠിക്കുന്നത് ഹ്യൂമൻ ബീങ്സിനെ മാസ് അതായത് കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സിറ്റുവേഷൻസിന്റെ ബേസിലും അവിടെ ഉണ്ടാവുന്ന മെന്റൽ സിസ്റ്റത്തിന്റെ ബേസിലും ഒക്കെയാണ് ഈ സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി പ്രധാനമായിട്ടും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മാസ് ഫിനോമിന ഓഫ് ആൻഡ് ദ സൈക്കോളജി ഓഫ് ക്ലാസസ് ആൻഡ് ലാർജ് സോഷ്യൽ ഗ്രൂപ്പ്സ്, വലിയ വലിയ സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും ഈ മാസ് മൂവ്മെന്റ്സിനെ കുറിച്ചും അതിലുണ്ടായിരുന്ന ഹ്യൂമൻ ബീങ്സിന്റെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇറ്റ് പ്ലേസസ് ദ എംഫസൈസസ് ഓൺ ദ സബ്ജക്ട്സ് place in social order and the socialized roles and historical social context. അതായത് ഒരു വ്യക്തിയുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സോഷ്യൽ റോളുകൾ, ഓരോ വ്യക്തിക്കും ഓരോ റോള് സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. ലൈക്ക് അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഓരോ സോഷ്യൽ ഓർഡറിലും ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവരുടെ സാമൂഹിക പ്രതിബദ്ധതകൾ എന്നൊക്കെയാണ് സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജിയുടെ എംഫസിസ് മെന്റൽ പ്രോസസ്സുകള്, ഡിസ്പോസിഷൻസ്, എക്സ്പീരിയൻസ്, ഇമ്മീഡിയറ്റ് സോഷ്യൽ സിറ്റുവേഷൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് വൺ ബൈ വൺ ആയിട്ട് പറയാം. ഒരു വ്യക്തിയുടെ മെന്റൽ പ്രോസസ്സുകൾ, അതായത് കോഗ്നിഷൻ ഉണ്ടാവും, തിങ്കിങ് ഉണ്ടാവും, പെർസെപ്ഷൻ ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ള മെന്റൽ പ്രോസസ്സസ്. പിന്നെ ഡിസ്പോസിഷൻസ്, അയാളുടെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് വിളിക്കുക. അതിൽ ഇമോഷൻസ് വരും, മോട്ടിവേഷൻസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ പറയുന്നത് എക്സ്പീരിയൻസസ്, ഒരു വ്യക്തിയുടെ അനുഭവങ്ങള്. പിന്നെ ഉള്ളതാണ് ഇമ്മീഡിയറ്റ് സോഷ്യൽ സിറ്റുവേഷൻസ്, അയാൾ പെട്ടെന്ന് ഉണ്ടാവുന്ന സോഷ്യൽ സിറ്റുവേഷൻസിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നത്. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സിസ്റ്റത്തിലും ഹ്യൂമൻ ബീങ്സിന്റെ മാസ് ആയിട്ടുള്ള സംഭവങ്ങളിലും ഒക്കെയുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് പഠിക്കുന്നതെങ്കിൽ സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി ഒരു ഇൻഡിവിജ്വലിന്റെ പ്രധാനപ്പെട്ട എക്സ്പീരിയൻസസ്, അയാളുടെ ഇന്റേണൽ പ്രോസസ്സുകള്, മെന്റൽ പ്രോസസ്സുകള്, പിന്നെ സോഷ്യൽ സിറ്റുവേഷൻസിൽ അയാളുടെ പെട്ടെന്നുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി വേഴ്സസ് ഇൻട്രാ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു സോഷ്യൽ സൈക്കോളജിയാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഫീൽഡുകൾ അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിൻസുമായിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയുടെ കണക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സോഷ്യോളജിയുമായിട്ടുള്ള കണക്ഷൻ പറയും, ആന്ത്രോപോളജിയുമായിട്ടുള്ള കണക്ഷൻ പറയും,
അതോടൊപ്പം തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്കുമായിട്ടുള്ള കണക്ഷൻ പറയും. ഈ മൂന്നുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നടത്തുമ്പം രണ്ട് വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിന് ഒരു സമവായം അല്ലെങ്കിൽ എന്താണ് അതിന് മലയാളത്തിൽ പറയാം, ലൈക്ക് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് പോരാടാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഓക്കെ, അല്ലാതെ നമ്മൾ സ്വന്തം തന്നെ സോഷ്യൽ സൈക്കോളജി മാത്രം ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിന് കൃത്യമായ കൺക്ലൂഷൻസിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റിയെന്ന് വരും. അപ്പൊ ഈ സോഷ്യൽ സൈക്കോളജിക്കൽ ഫിനോമിനൻസിനെ നമുക്ക് 4 പെർട്ടിക്കുലർ ലെവൽസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ എങ്ങനെയാണോ അയാളുടെ സ്വന്തം ബിഹേവിയേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ്. രണ്ടാമത്തത് ആക്ച്വൽ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ സൈക്കോളജിക്കൽ ഫിനോമിന ഈസ് സ്റ്റഡിഡ്. നമ്മളുടെ ഹ്യൂമൻ ബീങ്സിന്റെ സൈക്കോളജിക്കൽ ഫിനോമിനാൻസ് സ്റ്റഡി ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തത് റെഫറൻസ് ടു ദ പീപ്പിൾസ് സോഷ്യൽ പൊസിഷൻ. ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിലുള്ള സ്ഥാനങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഷ്യൽ സൈക്കോളജിക്കൽ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐഡിയോളജീസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ സിസ്റ്റം വിച്ച് വി ദേ അഡെയർ. അതായത് ഓരോ വ്യക്തിയും വിശ്വസിക്കുന്ന റിലീജിയൻ ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, എന്തോ ആവട്ടെ, അവർ വിശ്വസിക്കുന്ന സിസ്റ്റത്തിലുള്ള വിശ്വാസങ്ങളും അതിലുള്ള നടന്നു പോകുന്ന നിയമങ്ങളും സംഭവങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ സോഷ്യൽ സൈക്കോളജിക്കൽ ഫിനോമിനാസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും 4ഉം എന്താണ്, സോഷ്യൽ സൈക്കോളജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ പല മറ്റ് ഡിസിപ്ലിൻസുമായിട്ട് അതിന് കണക്ഷൻസ് ഉണ്ട്. സോ വി ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ഫസ്റ്റ്. സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യോളജി ആണ് ഫസ്റ്റ്. നമ്മളിപ്പം ജസ്റ്റ് അമാൽഗമേഷനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോഷ്യോളജിയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് സൊസൈറ്റി. സമൂഹങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റികളെ കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോ സോഷ്യോളജി ഇസ് എ സോഷ്യൽ സയൻസ് ഡീലിംഗ് വിത്ത് ദ സോഷ്യൽ സിസ്റ്റം, സ്ട്രക്ചേഴ്സ്, റിലേഷൻഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ സൊസൈറ്റീസ്. ഓക്കെ, അപ്പൊ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണ്. എന്തുമായിട്ട് ഡീൽ ചെയ്യുന്ന, സോഷ്യൽ സ്ട്രക്ചേഴ്സുമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പുകളുമായിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട്, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സൊസൈറ്റീസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സോഷ്യൽ സയൻസ് ആണ് എന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു കാര്യത്തിൽ സോഷ്യോളജിയുമായിട്ടുള്ള ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് ജോൺ സ്റ്റുവർട്ട് മില്ല്, ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ആളുകളാണ്. നിങ്ങൾ SLM അവരുടെ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ കൊടുത്തിട്ട് തെറ്റിപ്പോകാതെ പഠിക്കുക. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ they asserted the human social cognition and behavior could and should be studied scientifically like any other natural sciences. ഓക്കെ, അതായത് ഏതൊരു നാച്ചുറൽ സയൻസ് പഠിക്കുന്നത് പോലെ തന്നെയും നമുക്ക് സോഷ്യൽ ബിഹേവിയർ, ഹ്യൂമൻ ബീങ്സിന്റെ സൊസൈറ്റിയിലെ ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റുവർട്ട് മില്ലും ഓഗസ്റ്റ് കോംറ്റെ ഒക്കെ ഈ സോഷ്യോളജിയെയും സോഷ്യൽ സൈക്കോളജിയെയും തമ്മിൽ കണക്ട് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് സോഷ്യൽ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വി ആർ കൺസിസ്റ്റന്റ്ലി, അതായത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് വരെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ലൈക്ക് ഓൺലൈൻ ആണെന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റിയൽ ക്ലാസ് റൂം ഫീലിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾ അത് ക്ലാസ് കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഞാൻ എന്തോ പറയുന്നു, നിങ്ങൾ എന്തോ കേൾക്കുന്നതാണെങ്കിൽ പിന്നെ അവിടെ കാര്യമൊന്നും നടക്കില്ല. സോ ആ സോഷ്യൽ സൈക്കോളജി, നമ്മൾക്കിടയിൽ ഒരു സോഷ്യൽ സൈക്കോളജി ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് സോഷ്യൽ സൈക്കോളജിയാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ആർ തിങ്സ് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ എനി മീൻസ്. ഓക്കെ, നിങ്ങൾ ഡ്രയോപിത്തക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അഥവാ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കേണ്ട സംഭവമാണ്. ഡ്രയോപിത്തക്കസ്, രാമപിത്തക്കസ്, ആസ്ട്രലോപിത്തക്കസ് അങ്ങനെ വന്ന് ഹോമോസാപ്പിയൻസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് ചെറിയ ക്ലാസ്സിലെ ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എനിവേ, ഡ്രയോപിത്തക്കസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഹ്യൂമൻ എവല്യൂഷൻ. ആക്ച്വലി അതായത് ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡ്രയോപിത്തക്കസിൽ നിന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ചിമ്പാൻസി അല്ലെങ്കിൽ കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചതെന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ. റിലീജിയൻസ് ഒന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ സയന്റിഫിക്കലായിട്ടുള്ള ഒരു ലൈക്ക് സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഊഹാപോഹങ്ങളുടെ ബേസിലുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ. അപ്പം ഈ ആന്ത്രപ്പോളജി എന്താ പഠിക്കുന്നത്?
ആന്ത്രപ്പോളജി പഠിക്കുന്നത് ഇത് തന്നെയാണ്. ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചാണ് ആന്ത്രപ്പോളജി പഠിക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ആണ്. ഹ്യൂമൻ ബീങ്സിന് കാലഘട്ടത്തിനനുസരിച്ചുണ്ടായ അവരുടെ ബിഹേവിയറിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ കൾച്ചറിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ വേട്ടയാടുന്ന രീതികളിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ചേഞ്ചസും ഹ്യൂമൻ ബീങ്സിന്റെ ചേഞ്ചസിനെ കുറിച്ചും പഠിക്കുന്നത്, സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നത് ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഫീൽഡാണ്. അപ്പം now we are going to discuss about social psychology and anthropology. ഈ ആന്ത്രപ്പോളജി ഈസ് വൈഡ്ലി കൺസിഡർഡ് ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരാശിയെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് നരവംശ ശാസ്ത്രം എന്ന് പച്ച മലയാളത്തിൽ പറയാം. ഓക്കെ, അതായത് നരവംശ ശാസ്ത്രമാണ് എന്ത് ആന്ത്രപ്പോളജിയുടെ മലയാളം. ഓക്കെ, അപ്പം നരവംശ ശാസ്ത്രം എന്താണ് പഠിക്കുന്നത്? മനുഷ്യന്മാരെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ആന്ത്രപ്പോളജി ഒറിജിനേറ്റ്സ് ദ ഡിസിപ്ലിൻ ഓഫ് ഡാർവിനിയൻ റെവല്യൂഷൻ ഓഫ് ദ മിഡിൽ 19th century എന്നാണ്. 19ാം നൂറ്റാണ്ടിന്റെ സെന്ററിൽ നടന്നിട്ടുള്ള ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ, അതായത് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാം, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു തിയറി ഡാർവിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഡാർവിനിയൻ ഫിഞ്ചസ്, അദ്ദേഹം ഗാലപ്പഗോസ് ഐലൻഡിലൂടെ കപ്പലടിച്ചു പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളും എങ്ങനെയാണ് ജീവജാലങ്ങൾ ഉണ്ടായെന്നുള്ള അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ആ ഒരു എവല്യൂഷണറി തിയറിയിലാണ് പറയുന്നത്. എനിവേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അറിയാതിരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്, അപ്പൊ പറയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് വൺ. സോ അത് അംഗീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ദാറ്റ് ഡസ് നോട്ട് മാറ്റർ ടു മീ. സോ അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ആന്ത്രപ്പോളജി ഉരുത്തിരിഞ്ഞു വന്നത് ഈ ഒരു ഡാർവിന്റെ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ തുടക്കം എവിടെയാണെന്ന് ഡാർവിൻ പറഞ്ഞതുപോലെ നമ്മളൊന്ന് അന്വേഷിച്ച് പോകേണ്ടി വരും എന്നാണ് ആന്ത്രപ്പോളജി വിശ്വസിക്കുന്നത്. അപ്പൊ എന്താണ് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള കണക്ഷൻ? ഞാനിപ്പോ പറഞ്ഞതൊക്കെ തന്നെയാണ് കണക്ഷൻ. അതായത് ആന്ത്രപ്പോളജിയുമായിട്ട് സോഷ്യൽ സൈക്കോളജിക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. കാരണം ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യത്തിൽ സോഷ്യൽ സൈക്കോളജിക്ക് ഒരു പങ്കും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ സോഷ്യൽ സൈക്കോളജി ആനിമൽസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, അല്ലെ? സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ ആന്ത്രപ്പോളജി സോഷ്യൽ സൈക്കോളജിയുമായി അസോസിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ബിക്കോസ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ വേരിയേഷൻസ്, വെദർ ഇറ്റ് ഈസ് ബിഹേവിയറൽ, ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സോഷ്യൽ സൈക്കോളജിക്ക് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ സബ് ഫീൽഡുകൾക്ക് എന്തുണ്ട്, ആന്ത്രപ്പോളജിയുടെ ഹെൽപ്പ് ആവശ്യമാണ്. ഇനി ഈ ഒരു യൂണിറ്റിലെ അവസാനത്തെ പോർഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്, സോഷ്യൽ സൈക്കോളജി ആൻഡ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജുകൾ എങ്ങനെയാണ് നമ്മളുടെ സമൂഹവുമായി കണക്ട് ചെയ്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജ് നമ്മളെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രീയ മേഖലയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്കിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ നമ്മൾ പല ലാംഗ്വേജസും യൂസ് ചെയ്യും, അല്ലെ? ഓരോ സമൂഹത്തിനും ചിലപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ചെറിയ ചെറിയ സ്ലാങ് ഡിഫറൻസസ് മാത്രമേ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പോലും, ചിലപ്പം നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും പുറത്തുനിന്ന് ഫീൽ ചെയ്യാത്ത തരത്തിലാണെങ്കിൽ പോലും ആ ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കാരണം ഞാൻ സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും മലയാളമാണെങ്കിൽ പോലും അതിൽ ചില വാക്കുകളിലെ വ്യത്യാസം വരുമ്പോൾ അത് ആക്ച്വലി ഒരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ഭാഷകളിൽ ഉണ്ടാവുന്ന ചേഞ്ച്, എങ്ങനെ ഭാഷകളിൽ, സൊസൈറ്റിയിലെ ഭാഷകളിൽ, സ്ലാങ്ങുകളിൽ എങ്ങനെ ചേഞ്ചസ് വന്നു, അതുപോലെ തന്നെ ഈ ചേഞ്ചസ് ഏതെങ്കിലും രീതിയിൽ ഹ്യൂമൻ ബീങ്സിന്റെ സോഷ്യൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്ന, ലാംഗ്വേജ് പറയുന്ന ഒരു കാര്യം എത്രത്തോളം സൊസൈറ്റിയുടെ ഹ്യൂമൻ ബിഹേവിയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ വേണ്ടി സോഷ്യൽ സൈക്കോളജി എന്ത് ചെയ്യുന്നു, നമ്മളുടെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിന്റെ കൂടെ കൂടുന്നു എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ഇത്രയേ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മിഡിൽ റേഞ്ച് തിയറീസിനെ കുറിച്ചാണ്. മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന, സോഷ്യൽ സൈക്കോളജിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന തിയറീസ് ആണ്. സോഷ്യൽ സൈക്കോളജിയിലെ മോസ്റ്റ് ഓഫ് തിയറീസും മിഡിൽ റേഞ്ച് തിയറീസ് ആണ്. പിന്നെ നമ്മൾ 3 ഡിഫറെന്റ് ലെവൽസ് ഓഫ് അനാലിസിസ് ഡിസിപ്ലിൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. മറ്റുള്ള ഡിസിപ്ലിൻസുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അതിൽ സൊസൈറ്റൽ ലെവൽ ഉണ്ട്, പോവർട്ടി പോലെയുള്ള കാര്യങ്ങൾ നോക്കുന്ന സൊസൈറ്റൽ ലെവൽ ഉണ്ട്, ഇൻഡിവിജ്വൽ ലെവൽ ഉണ്ട്, ഓരോ വ്യക്തിയുടെയും ഹിസ്റ്ററി നോക്കുന്നതാണ്. പിന്നീടുള്ളത് ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻസിന്റെ ബേസിൽ, ഒരു വ്യക്തിയോട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബേസിൽ നോക്കുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഇന്റർപേഴ്സണൽ ലെവൽ അനാലിസിസ് ആണ്. ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇന്റർ ഡിസിപ്ലിൻസ് ആൻഡ് ഇൻട്രാ ഡിസിപ്ലിൻസ്. അതിൽ ആന്ത്രപ്പോളജിയുമായിട്ടുള്ള കണക്ഷൻ പറഞ്ഞു, പിന്നീട് നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റുമായിട്ടുള്ള കണക്ഷൻ പറഞ്ഞു, സോഷ്യോളജിയുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വി ക്യാൻ കൺക്ലൂഡ് ദിസ് പെർട്ടിക്കുലർ ലെസൺ റൈറ്റ് നൗ.
Please go through the IGNOU self-learning material, attend the objective testers, read the value-added notes, and also don't forget to go through our Exampedia files. Thank you for listening to me and HighQuest Learning. See you in the next lesson.